ഇത് ആസിഫ് അലി അഭിനയിച്ച ഒരു ഫിലിമിലുള്ളതല്ലേ? പുസ്തകങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് പോലെ തന്നെ സാഹിത്യത്തിൽ വിമർശനത്തിനും ഒരു സ്ഥാനമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈയിടെ ഞാനൊരു പുസ്തകം വായിച്ചു. ഒറ്റയിരുപ്പിന് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. അത് അത്രയും സുന്ദരമായ വശ്യമായൊരു എഴുത്തായതുകൊണ്ടാണ് ഒറ്റയിരുപ്പിന് നമുക്കത് വായിച്ചു തീർക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പുസ്തകത്തിലൂടെ ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ ചില ക്യാരക്ടറുകളൊക്കെ നമുക്ക് ഏതൊക്കെയോ സിനിമയിൽ പരിചയമുള്ള പോലെ നമുക്ക് തോന്നും. ഇത് ആസിഫ് അലി അഭിനയിച്ചൊരു സിനിമയിലെ ക്യാരക്ടർ അല്ലേ എന്നിങ്ങനെ തോന്നും. അതുപോലെ തന്നെ പല പല സിനിമകളിലെയും പല രംഗങ്ങളും ക്യാരക്ടറുകളും നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകും. അത് ഞാനിതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് കാണുന്നത്. പുസ്തകങ്ങളിൽ നിന്നും സിനിമകൾ ഉണ്ടാവുന്ന ഈ കാലത്ത് ചില സിനിമകളിലെ ക്യാരക്ടറുകളിൽ നിന്നും പുതിയ പുസ്തകങ്ങളിലെ ക്യാരക്ടറുകൾ ഉണ്ടാവുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി നമ്മൾ കണ്ട പരിചയമുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പുതിയൊരു പുസ്തകത്തിൽ അങ്ങനെ പരിചയമുള്ള ഒരാളെ കാണുന്നത് നമുക്കങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പരകായ പ്രവേശത്തെക്കുറിച്ചും ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായി ആ ഒരു കഥാതന്തു ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് പലതരം ട്വിസ്റ്റുകൾ ഉള്ള ഒരു പുസ്തകം തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി ആഘോഷിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായിട്ടുള്ള അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം എന്ന് പറഞ്ഞ ഈ പുസ്തകം. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കണം. വായിക്കണ്ട എന്നാരോടും പറയൂല. എനിക്ക് അനുഭവപ്പെട്ട പോലെ ആയിരിക്കില്ല നിങ്ങൾക്കാർക്കും ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവുക. ചിലർക്ക് നല്ല അഭിപ്രായങ്ങളുള്ള പുസ്തകം തന്നെയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു വായനക്കാരൻ്റെ ധർമ്മത്തിൽപ്പെട്ടതാണ് വായനയെ വിമർശിക്കുക, അല്ലെങ്കിൽ സാഹിത്യത്തെ അത് എഴുത്തുകാരനിലേക്ക് അതിൻ്റെ വിമർശനങ്ങളെ എത്തിക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം ഞാനിവിടെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷം.